എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിഷമില്ലാത്ത അടിപൊളിയായ ഒരു തോരൻ വയ്ക്കാം. കണ്ടോ, ഇതിന് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തേക്കുന്നത്, അത് അതിൻ്റെ പാടയോട് കൂടിയാണ്. ഈ പാട കുരുവിൽ നിന്ന് ഊഴിച്ചെടുത്തിട്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ തോരൻ വെക്കുന്നത്. നല്ല സുന്ദരമായ തോരനാണ്. ഇതിങ്ങനെ വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കണം. ആദ്യകാലത്ത് എനിക്കും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരാൾ എന്നോട് പറഞ്ഞ് ഞാൻ ചെയ്തപ്പം നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്ന് ചക്ക വെട്ടിയാലും ഞാൻ അതിൻ്റെ പാടയെടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തോരൻ വയ്ക്കും. ചെറുതായിട്ട് അരിയണമെന്ന് മാത്രം. അങ്ങനെ ഇതിൻ്റെ പാടയെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. നല്ല ടേസ്റ്റാണ് അങ്ങനെ വെച്ചാൽ. ഇത് പിന്നെ വറുത്ത് കഴിക്കാനും കൊള്ളാം. അത് നല്ലപോലെ ചുമന്ന പാടയാണെങ്കിൽ വറുത്ത് കഴിക്കാനും നല്ല സുന്ദരമാണ്. ഇത് കണ്ടോ, ഞാൻ മൊത്തം അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു കളറ് മാറി വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, വേറെ ഒരു കുഴപ്പം അതിനില്ല. നല്ല സുന്ദരമായ തോരൻ എന്നാൽ നമുക്ക് വെച്ചാലോ. അതിനായിട്ട് ഞാനൊരു പാത്രം ഇതേ അടുപ്പത്ത് വെച്ചു. ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്ന് കഴിയുമ്പം ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു കുറച്ച് ഉഴുന്നിട്ട് കടുക് പൊട്ടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ തോരൻ കൂട്ടാൻ. ഉഴുന്നും ചുമന്ന് കഴിഞ്ഞപ്പം 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് സവാള അരിഞ്ഞത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ സവാളയുടെ വെള്ളം ഒന്ന് വറ്റുന്നതാണ് കണക്ക്. ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. ഒരു കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത് സവാളയുടെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പം കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ ചിരകിയതും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി ആ തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷമാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാട. ചക്കക്കുരുവിൻ്റെ പുറമേയുള്ള ആ തൊല്ലിയാണ്, അതിന് പാടയെന്നല്ലേ പറയുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. കണ്ടോ, ഇനി ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന, പെട്ടെന്ന് നമുക്ക് വെക്കാവുന്നതായിട്ടൊരു തോരനാണ്. എല്ലാം കൂടെ ഇളക്കി ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി. ആ സമയം കൊണ്ട് തന്നെ അത് കറി റെഡിയാകും. ഇതാ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തപ്പം കണ്ടോ, നല്ല സുന്ദരമായ തോരനാണിവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം ചക്ക വെട്ടുമ്പോൾ ആരും ആ പാട പുറമേ ഉള്ളത് കളയരുത്. ഇങ്ങനെ തോരൻ വെക്കണം, നല്ല ടേസ്റ്റാണ്. ഒന്ന് നിങ്ങൾ വെച്ച് നോക്കൂ. നിങ്ങൾ ഇങ്ങനെ ചക്ക വെട്ടുമ്പോൾ പാട തോരൻ വെച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയണേ. സുന്ദരമായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.